പലർക്കും കുക്കി പൈ ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇതിൻ്റെ ഡോ നമ്മൾ എത്ര ടൈം റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഉണ്ടാക്കിയതുകൊണ്ട് പേപ്പർ മോൾഡോ അല്ലെങ്കിൽ നമുക്കിത് പുറത്തെടുക്കാൻ വേണ്ടിയില്ല, അതിൽ നിന്ന് തന്നെ കോരി കഴിക്കാൻ വീട്ടിലോട്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ പലർക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മുകളിൽ ബിസ്ക്കറ്റ്, അതായത് കുക്കി പോലെ ക്രഞ്ചി ആകുന്നുണ്ട്, അങ്ങനെ വേണോ വേണ്ടത് കുക്കി പൈൻ്റെത്? ശരിക്കും കുക്കി പൈൻ്റെ ഡോ നമ്മൾ ഒരു സ്റ്റിക്കി ആയിട്ടാണ് വേണ്ടത്. അതായത് നമുക്കൊരിക്കലും നമ്മൾ കുക്കിയുടെ റെസ്റ്റിംഗ് ടൈം ഒരു 1 hour 2 hour 3 hour ഒക്കെ റെസ്റ്റിംഗ് ടൈം കൊടുക്കും കുക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കുക്കി പൈക്കുള്ള ഡോ നമ്മൾ അത്രയും ടൈം റെസ്റ്റിംഗ് ടൈം കൊടുക്കരുത്. നമുക്ക് ഓവർ സ്റ്റിക്കി ആണെന്ന് തോന്നുകയാണ്, നമുക്ക് മോൾഡിലോട്ട് ഇൻസൈഡ് ഇടാൻ കഴിയുന്നില്ല, ബുദ്ധിമുട്ടാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 3-4 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. അല്ലാതെ നമ്മൾ കുക്കിക്ക് വേണ്ടി റെസ്റ്റിംഗ് ടൈം കൊടുക്കുന്ന അത്രയും സമയം കുക്കി പൈക്ക് കൊടുക്കരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 30 മിനിറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നറിൻ്റെ സൈസിനനുസരിച്ചിട്ട് ബേക്കിംഗ് ടൈമിൽ മാറ്റം ഉണ്ടാവും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് ഫ്ലാറ്റ് ആയതാണെങ്കിൽ പെട്ടെന്നാവുമല്ലോ. പിന്നെ കുക്ക് ആയോ എന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ വുഡിൻ്റെ സ്റ്റിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് അത് ക്ലീൻ ആണെങ്കിൽ അത് കുറച്ച് ഹാർഡ് ആവാൻ ചാൻസ് കൂടുതലാണ് കുക്കി പൈ. നേരെ മറിച്ച് വുഡിൻ്റെ സ്റ്റിക്ക് കുത്തിയെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു മാവ് പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഒരു മാവ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പോലെ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ബേക്കിംഗ് ആണ്. പിന്നെ അത് റൂം ടെമ്പറേച്ചറിലോട്ട് മാറുമ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ നമ്മളിത് കുക്കായോ എന്ന് കുത്തി നോക്കുമ്പോൾ ഇൻസൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മെൽറ്റിംഗ് ആയി കിടക്കുന്ന കോവേച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെൽറ്റിംഗ് ആയി കിടക്കും. അപ്പോൾ കുത്തി നോക്കുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും കുത്തി നോക്കുക. അപ്പോൾ ന്യൂട്ടലൊക്കെ ആണെങ്കിൽ നമ്മൾ കുത്തി നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അതാണ് വരിക. അപ്പോൾ സൈഡിൽ എവിടെയെങ്കിലും കുത്തി നോക്കുക, അതിൻ്റെ മുകളിൽ നിന്ന് മാവ് ഇങ്ങനെ വരണം, ഒരു മാവ് ഒരൊട്ടൽ ഫീൽ ചെയ്യണം, മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുളണം. ഇതാണ് പാകം. അല്ലാതെ വുഡിൻ്റെ സ്റ്റിക്ക് ക്ലീൻ ആയ സമയത്ത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ കുക്കി പൈ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അത്രയും ക്ലീൻ ആകരുത്. നമ്മൾ ബ്രൗണിയുടേതാണെങ്കിലും കുക്കി പൈൻ്റെ ആണെങ്കിലും വുഡിൻ്റെ സ്റ്റിക്കിൽ കുത്തി നോക്കുന്ന സമയത്ത് ക്ലീൻ ആകരുത്. ഇത് റൂം ടെമ്പറേച്ചറിലോട്ട് മാറുമ്പോൾ ഒരു സ്ട്രെച്ചർ വരാണ്ട്, അപ്പോൾ ഇത് കോരി കഴിക്കുന്ന സംഭവങ്ങളാണ് അല്ലേ. കുക്കി എന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റിംഗ് ടൈമിൽ 2 hour ഒക്കെ വെക്കണം. കുക്കി പൈക്ക് അത്ര റെസ്റ്റിംഗ് ടൈം വെക്കരുത്.